ചക്കി പോവല്ലേ, ഞാൻ ദാ വരണേ. ആ നിനക്ക് പുതിയ യൂണിഫോം മേടിച്ചാടി? എനിക്ക് പുതിയ യൂണിഫോം. ഓ കൊള്ളയൊക്കെ ചെയ്യാം, പക്ഷെ ഇത് നിനക്ക് ഭയങ്കര വലുതല്ലേടി? അതേടാ, എന്റെ അമ്മ പറഞ്ഞേ ഈ പുതിയതേന്ന് നമുക്ക് അടുത്ത വർഷം ഇടാറ്. അതുകൊണ്ടാണ് ഇപ്പോഴേ ഇത്രയും വലുത് തച്ചത്. അടുത്ത വർഷം ഞാൻ വലുതാവല്ലോ, അപ്പൊ എനിക്കിത് കണക്കാവും. നിനക്ക് പുതിയത് തച്ചില്ലേടാ? അമ്മ പറഞ്ഞ് ഈ കൊല്ലം കൂടെ ഈ യൂണിഫോം ഇടും, അടുത്ത കൊല്ലം എനിക്ക് പുതിയത് കഴിക്കുള്ളൂ. നീ സംസാരിച്ചോണ്ടിരിക്കാതെ വെക്കാം, ഇന്ന് നേരത്തെ സ്കൂളിൽ പോണം. എടി ചക്കി, ഞാൻ ശ്വാസം വിടുമ്പോഴേ എന്റെ ഈ ഉടുപ്പങ്ങാനം പൊട്ടിപ്പോയാൽ നീ എനിക്ക് കുത്താൻ ഒരു പിന്ന് തരണേടി. അയ്യോ എടാ, എന്റെ ഈ പാവാടയെ കുത്തിക്കണ ഒരു പിന്നേ ഉള്ളു, അതെടുത്താ ഈ പാവാട ഊരിപ്പോവും. നിനക്ക് നാളെ ഞാൻ ഒരു പിന്ന് കൊണ്ട് തരാമേ. നാളെ മറക്കല്ലേടി. ഓ 2 + 2 എത്രയാണ്? 4. 2 + 2 4. 4. എല്ലാവർക്കും മനസ്സിലായല്ലോ? സംശയമൊന്നുമില്ലല്ലേ? നോട്ട് ബുക്കിൽ എഴുതി അടിക്കും. അടുത്ത ചോദ്യം ഞാൻ വിളിക്കണവര് വന്ന് ബോർഡിൽ എഴുതണം. അഞ്ച് അധികം 3. ചക്കി പോയി എഴുത്. ചോക്ക്. 5 അധികം 3. ഇത്രയും വലിയ ബോർഡിൽ ചക്കിക്ക് എഴുതാൻ സ്ഥലം ഇല്ലാത്തോണ്ടാണ് ആ മൂലയെ കൊണ്ട് എഴുതി വെച്ചേക്കണത്. വേഗം ചെയ്. ചക്കി ചെയ്ത് തീർന്നാ? 5ന്റെ ഇവിടെ 3 കൂട്ടിയപ്പോ നിനക്ക് 10 കിട്ടിയാടി. ഒരു വക അവള് പഠിക്കില്ല. നാളെ വരുമ്പോ 100 വട്ടം നീ എഴുതി പഠിച്ചോണ്ടിരുന്ന. പോയി നീടിയോടാ. ഇങ്ങോട്ട് നോക്കടി. 5 അധികം 3. 5 അധികം 3 8. 8 ഉത്തരം. എനിക്കിത് മൊത്തം അറിയാം. ഇന്നലെ പഠിപ്പിച്ചതൊക്കെ എല്ലാരും പഠിച്ചല്ലോ. ബുക്ക് അടച്ചു പോയി. ചോദ്യം ചോദിക്കട്ടെ. ഓ ഡാൻസിങ് കഴിഞ്ഞായിട്ട് നീട്ടടി. കരി വരയ്ക്കാനും പൊട്ട് വയ്ക്കാനും പൂ വയ്ക്കാനൊക്കെ നിനക്ക് നേരം ഉണ്ടായിരുന്ന? രണ്ടി തന്നെ നോക്കിയിരിക്കണം. ഇടയ്ക്ക് ഞാൻ ചോദിക്കും. ആദ്യം ഡുണ്ടു വേണ്ടിട്ട് വൈര്. വടക്കൻ മലയിലെ കൂറ്റൻ പടുകൂറ്റൻ അപ്പിപ്പറയ്ക്ക് വായിക്കണൊക്കെയാണ്. നിന്റെ അക്ഷരങ്ങൾ വല്ല അത് കാണാതെ പോയാ ഏടാ? നീ ഉച്ചത്തൊക്കെ കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് സ്കൂളിൽ കാണുന്നത്. ഇന്നത്തെ പീരീഡ് കണ്ടു. പറന്നു ജപിച്ചു തീർന്ന. കളിക്കാൻ വിടുമ്പോ ഇങ്ങനെയല്ലല്ലോ നിന്റെ നാക്കി സ്കൂള് മൊത്തം കേക്കണത്. ചക്കി ഡുണ്ടു വായിച്ചെന്റെ ബാക്കിയോട്ട് വായിര്. ബാക്കി നീ വായിര്. ചക്കി വരി കണ്ടില്ല. അയ്യോ ചക്കീരെ വരി കണ്ടില്ലേ? നിങ്ങളെ കയ്യിലെങ്ങാണ്ട് ഇരിക്കണമെങ്കിൽ അവളെ വരിയും കൊടുത്താൽ അവള് വായിക്കട്ടെ. ഇത്രയും പഠിക്കാത്തൊരു പിള്ളേരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നാളെ തൊട്ട് ഈ ക്ലാസ് പഠിപ്പിക്കാൻ ഞാൻ കയറൂല. പഠിപ്പിക്കാൻ സരസം പഠിക്കാൻ വരില്ലെന്ന്. നീ നോക്കിയോ, ഇന്ന് ടീച്ചറിന് പനി വരും, അതുകൊണ്ട് പഠിത്തമില്ല, വീട്ടിൽ പൊക്കോളാൻ പറയും. ഇന്നലെ പുളിമുട്ടായി മേടിച്ചിട്ട് ബാക്കി 25 പൈസ ഇല്ലായിരുന്ന അത് ഞാൻ കാണിക്കലിട്ടിട്ട് നല്ലപോലെ പ്രാർത്ഥിച്ചു, ദൈവമേ ടീച്ചറിന് പനി വരണേന്ന്. എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. എങ്കിൽ ഞാനും എഴുതൂലായിരുന്നു. ഇത് ഞാൻ കഷ്ടപ്പെട്ടാണ് എഴുതിയത്. പക്ഷെ ഒരു കാര്യം ഉണ്ടടാ, നീ ഇന്നാളെ 50 വയസ്സായിട്ട് പ്രാർത്ഥിച്ചില്ലേ ദാസപ്പ സാറിന്റെ കൈയൊടിയെന്നേന്ന്. എന്നിട്ട് ദാസപ്പ സാറിന്റെ കൈയൊടിഞ്ഞില്ലെന്ന് നിനക്കത് അടിയും കിട്ടി. ഇത് അത് കണക്കല്ലേ ചക്കി? ഇന്ന് ഉറപ്പായിട്ടും ടീച്ചറിന് പനിയും വരും, നമുക്ക് ഇന്ന് പഠിത്തവും കാണൂല. അയ്യോ ചക്കി അട്ട. അയ്യോ എടി ചക്കി, നമുക്കിന്നെ നോക്കാൻ ചൂടാവും. അയ്യോ എടി ചക്കി, ഞാൻ ഒന്നും എഴുതിരടി ഒത്തി കാണിച്ചാടി. ഞാനിവിടെ എഴുതിക്കോട്ടടി. ഇതിന് സാരിവാല സിലോപ്പി ഉണ്ടടി, ഓടിവാ. പാണ്ടിയടി സിലോപ്പി, നീല സാരിവാല. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കിട്ടിയ ജോഡി ഇവിടെ തന്നെ ഉണ്ടെന്ന്. ഇതിലൊരു സ്രാവിന്റെ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ രമേശ് നമുക്ക് 2,500 രൂപയ്ക്ക് കൊടുക്കായിരുന്നു. സ്രാവിന്റെ കുഞ്ഞ്. സ്രാവും കുഞ്ഞിന് പല്ലൊക്കെ ഉണ്ട്, നിന്നെ കൈ കടിക്കാതെ
ചക്കി നീ ആ മേസിന്റെ അടുത്ത് പറയത് ഇവിടെ സ്രാവും കുഞ്ഞുണ്ടെന്ന്. അമ്മക്ക് എന്നെ എല്ലാത്തിനെയും പിടിച്ചു ഞാൻ പറയൂല. ചക്കി ഈ സിലോപ്പിയും ജോഡിയാണ്. സാരി വല 2 ജോഡിയുണ്ട്. നീലയുണ്ട് ചുവപ്പുണ്ട്. സാരി വാലയ്ക്ക് വില കൂടുതലാണ്. 1.5 രൂപ കുറഞ്ഞ് കൊടുക്കരുത്. ദുണ്ടു ഈ കളർ മീനുള്ള സ്ഥലം അവര് കണ്ടുപിടിക്കണ എന്തോ. ഞാൻ അവന്റെ അടുത്ത് പറയാ ഇവിടെ വലിയൊരു മുതലുണ്ടെന്ന്. ആ മണ്ട പേടി കിന്നാരം ചൊല്ലുന്ന കാറ്റേ പൊന്നാരം ചൊല്ലുന്ന കുയിൽ. ഒരു ചക്കി പുഴുകൊണ്ട് നോക്കണേ. നമുക്കിത് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് റേഷൻ പുട്ട് വറക്കാൻ പോവാ. വേഗം എനിക്ക് പഠിക്കാത്ത